ചെറുക്കാനാണ് പ്രയാസമുണ്ട്. ചെറു റോഡായിരുന്നു, കൊച്ചു റോഡാണ്. അപ്പോൾ ഈ ടവറിൻ്റെ അവിടുന്ന് മൊബൈൽ ടവറിൽ നിന്ന് റൈറ്റ് എടുക്കും. അവൻ്റെ വീട്ടിൽ പോകാൻ അറിയത്തില്ല, മോഹൻ്റെ വീട്ടിൽ ചിലപ്പോൾ ഒത്തിരി അകത്തോട്ട് പോകേണ്ടതാണ്. മൂന്നാല് വട്ടം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ തലയോട്ട് പിടിക്കുന്നില്ല. ഇതും ദിവ്യയുടെ വീടും എങ്ങനെയൊക്കെ പോയാലും ഒരു പിടിയും കിടക്കും. ഒത്തിരി അകത്തോട്ടുള്ള ഒത്തിരി ലെഫ്റ്റ് റൈറ്റ് ഒക്കെ വേറെ കട്ടിങ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇടവും വല ഒത്തിരി തിരിയാനുള്ള അത് ചെറുപ്പത്തിലൊക്കെ ഇതൊക്കെ എല്ലായിടവും ഒക്കെ ഒരുപോലെ. അതെ അതെ അതെ. മുകുന്ദൻ വഴിയിൽ നിൽപ്പുണ്ട്. മുകുന്ദ, സുമിത്ര വിളിക്കുന്നു. മുകുന്ദേട്ടാ, സുമിത്ര വിളിക്കുന്നു. മുകുന്ദേട്ടാ, സുമിത്ര വിളിക്കുന്നുണ്ട്. ഇത്രയും നാളായിട്ട് അവനൊരു വിളി കേട്ടില്ലടാ. എൻ്റെ സുമിത്രേ, ഞാനിവിടെ ഉണ്ടടാ. സുമിത്ര ഭവൻ, കിച്ചേരിൽ മേനോൻ. സർ, വി ആർ ഹിയർ. അയ്യോ, ഇനി മറക്കാം. അമ്മ വിളിക്കുന്നു. അമ്മ വിളിക്കും. അങ്ങോട്ട് അവിടെ നോക്ക്, അവിടെ നോക്കി. ഫോട്ടോ എടുക്കാനാ? ഫോട്ടോ എന്തെങ്കിലും ചെയ്തോ, എനിക്കൊന്നും അറിയാം. അമ്മയുടെ പേര് പാറക്കുട്ടിയമ്മ. കീനത്താണ്. അച്ഛൻ ഒരു 14 വർഷം മുമ്പ് മരിച്ചുപോയി. അച്ഛന്റെ പേര് പരമേശ്വരൻ മേനോൻ. അമ്മച്ചിക്ക് ഇപ്പൊ 4 മക്കള്. ഞാൻ മൂന്നാമനാണ്. മൂത്തത് മോളാണ്. ഇവിടെ ഉണ്ട്. പിന്നെ ചേട്ടൻ, എനിക്കൊരു അനിയനുണ്ട്. പിന്നെ തന്നെ നടക്കും. തന്നെ അമ്മയുടെ 100ാം പിറന്നാളായിരുന്നു ഈ ഏപ്രിൽ 2-ാം തീയതി. അമ്മയുടെ വീട് ഇവിടുന്ന് കുറച്ചപ്പുറയാ, കണ്ണാമ്പള്ളി എന്ന് പറയും. അപ്പൊ അവിടെ ഇല്ല, ആരുമില്ല. ഇപ്പൊ ആരുമില്ല. അല്ല, അമ്മച്ചി ഏറ്റവും ഇളയതാ. അപ്പൊ അമ്മച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നു 2 ചേട്ടത്തിമാരും ഒരു ആംഗ്ലേ ഉണ്ടായിരുന്നു. അവരെല്ലാവരും പോയി. ഇനി അമ്മ മാത്രമേ ഉള്ളൂ. 25. അമ്മച്ചിക്ക് ശാരീരികമായിട്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അമ്മച്ചി എന്താ വെച്ചി ഇത്തിരി ഓർമ്മക്കുറവുണ്ട്. ഓർമ്മക്കുറവെന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അമ്മ അതറിയോ? ഷൈനി അറിയോ? ഷൈനി ഇവിടെ വന്നിട്ടുണ്ട് നേരത്തെ.
അമ്മ പണ്ടേ ഇവിടുന്ന് അച്ചാർ കൊടുത്തുവിട്ടിട്ടുണ്ട് മൂന്തന്റെ. ഏയ് കേട്ടാ, അമ്മ പണ്ട് അച്ചാറ് കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന്. അച്ചാർ മാങ്ങാടെ അച്ചാർ, നാരങ്ങയുടെ അച്ചാറൊക്കെ. ആ അതെ അതെ. എന്താ ആ നല്ല ടേസ്റ്റുള്ള അച്ചാറാ. എന്താ ഒന്നുമില്ല. വേറെ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഭക്ഷണമൊക്കെ കഴിച്ചോളും. അതൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. Today is May 1st and people started taking their ഞങ്ങൾക്ക് ദൂരെന്ന് കാന ഇതിടുന്ന ശബ്ദം. മെയ് ദിനം നീണാൾ വാഴട്ടെ. സർവ്വരാജ്യ തൊഴിലാളികളെ CPIM ആണോ ഇതെന്തോ ANTUC? ഇതാണ് പ്രസംഗ തൊഴിലാളികൾ. കീച്ചേരി പള്ളി വന്നു. വാ, ഇന്ന് കല്യാണം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഹോളി ഫാമിലി ചർച്ച്, അതാ സിസ്റ്റർ പോയത്. ആ മൂന്നും വിളിക്കുന്നത്. റോഡായിരുന്നു, കൊച്ചു റോഡാണ്. അപ്പോൾ ഈ ടവറിൻ്റെ അവിടുന്ന് മൊബൈൽ ടവറിൽ നിന്ന് റൈറ്റ് എടുക്കും. അവൻ്റെ വീട്ടിൽ പോകാൻ അറിയത്തില്ല. ചിലപ്പോൾ ഒത്തിരി അകത്തോട്ട് പോകേണ്ടതാണ്. വട്ടം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ തലയോട്ട് പിടിക്കുന്നില്ല. ഇതും ദിവ്യയുടെ വീടും എങ്ങനെയൊക്കെ പോയാലും ഒരു പിടിയും കിടത്തില്ല. ഒത്തിരി അകത്തോട്ടുള്ള ഒത്തിരി ലെഫ്റ്റ് റൈറ്റ് ഒക്കെ കട്ടിങ് ഒക്കെ ഉള്ളതുകൊണ്ടേ ഇടവും വല ഒത്തിരി തിരിയാനുള്ള അത് ചെറുപ്പത്തിലൊക്കെ ഇതൊക്കെ എല്ലായിടവും ഒക്കെ ഒരുപോലെ. അതെ അതെ അതെ. മുകുന്ദൻ വഴിയിൽ നിൽപ്പുണ്ട്. മുകുന്ദ, സുമിത്ര വിളിക്കുന്നു. മുകുന്ദേട്ടാ, സുമിത്ര വിളിക്കുന്നു.
കണ്ടന്റെ അപ്പനെ രാവിലെ അതിന് മുന്തിനാണോ നിൽക്കുന്നത്? ആരാണ്ടൊരാൾ റോഡിൽ മൂന്നേട്ടാ സുമിത്ര വിളിക്കുന്നുണ്ട്. മുന്തിനാണ്. ഇത്രയും നാളായിട്ട് അവനൊരു വിളി കേട്ടില്ലതടാ. എൻ്റെ സുമിത്രയെ ഞാനിവിടെ ഉണ്ടടാ. സുമിത്ര ഭവൻ കിച്ചേരിൽ മേനോൻ സർ, വി ആർ ഹിയർ. അയ്യോ ഇനി മറക്കാം. അമ്മ വിളിക്കുന്നു. അമ്മ വിളിക്കും. അങ്ങോട്ട് അവിടെ നോക്ക്. അവിടെ നോക്കി. എന്താ ഫോട്ടോ എടുക്കാനാ? ഫോട്ടോ എടുക്കാനോ? എന്തെങ്കിലും ചെയ്തോ? എനിക്കൊന്നും അറിയാം. അമ്മയുടെ പേര് പാറക്കുട്ടിയമ്മ. കീനത്താണ്. അച്ഛൻ ഒരു 14 വർഷം മുമ്പ് മരിച്ചുപോയി. അച്ഛന്റെ പേര് പരമേശ്വരൻ മേനോൻ. അമ്മച്ചിക്ക് ഇപ്പൊ 4 മക്കള്. ഞാൻ മൂന്നാമനാണ്. മൂത്തത് മോളാണ്. ഇവിടെ ഉണ്ട്. പിന്നെ ചേട്ടൻ, എനിക്കൊരു അനിയനുണ്ട്. പിന്നെ തന്നെ നടക്കും. തന്നെ അമ്മയുടെ 100ാം പിറന്നാളായിരുന്നു ഈ ഏപ്രിൽ 2-ാം തീയതി. അമ്മയുടെ വീട് ഇവിടുന്ന് കുറച്ചപ്പുറയാ, കണ്ണാമ്പള്ളി എന്ന് പറയും. അപ്പൊ അവിടെ ഇല്ല, ആരുമില്ല. ഇപ്പൊ ആരുമില്ല. അല്ല, അമ്മച്ചി ഏറ്റവും ഇളയതാ. അപ്പൊ അമ്മച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നു 2 ചേട്ടത്തിമാരും ഒരു ആംഗ്ലേ ഉണ്ടായിരുന്നു. അവരെല്ലാവരും പോയി. ഇനി അമ്മ മാത്രമേ ഉള്ളൂ. 2025-ലായി. അമ്മച്ചി ഏത് വർഷം ജനിച്ചതെന്നറിയാം? 100 വർഷം കഴിഞ്ഞാൽ 1925. 25 ജനിച്ചതാണ്. അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിയത്. അമ്മച്ചിക്ക് ശാരീരികമായിട്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അമ്മച്ചി എന്താ വെച്ചി? ഇത്തിരി ഓർമ്മക്കുറവുണ്ട്. ഓർമ്മക്കുറവെന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അമ്മ അതറിയോ? ഷൈനി അറിയോ? ഷൈനി ഇവിടെ വന്നിട്ടുണ്ട് നേരത്തെ. അമ്മ പണ്ടേ ഇവിടുന്ന് അച്ചാർ കൊടുത്തുവിട്ടിട്ടുണ്ട് മൂന്തന്റെ. കേട്ടാ? അമ്മ പണ്ട് അച്ചാറ് കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന്. നല്ല ടേസ്റ്റുള്ള അച്ചാറാ. എന്താ ഒന്നുമില്ല. വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഭക്ഷണമൊക്കെ കഴിച്ചോളും. അതൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. Today is May 1st and people started taking their മെയ് ദിനം നീണാൾ വാഴട്ടെ. സർവ്വരാജ്യ തൊഴിലാളികളെ CPIM ആണോ? ഇതെന്തോ ANTUC. ഇതാണ് പ്രസംഗ തൊഴിലാളികൾ. കീച്ചേരിപ്പള്ളി വന്നു. വാവ്, ഇന്ന് കല്യാണം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഹോളി ഫാമിലി ചർച്ച്. അതാ സിസ്റ്റർ പോയത്. ആ മൂന്നും വിളിക്കുന്നത്.